ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു ലോങ് വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോയ സ്ഥലം എവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം ഇത് അധികം അങ്ങനെ ആരും വരാത്തൊരു സ്ഥലമാണ് ഇവിടെ. അതായത് ഇവിടെയുള്ള കുറച്ച് നാട്ടുകാരൊക്കെ മാത്രമാണ് ഇവിടെ സഞ്ചാരമുള്ളത്. പുറത്തുനിന്ന് അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ ഒത്തിരി ആളുകളൊന്നും വരാറില്ല. പിന്നെ ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ ആളുകൾ വരാറുണ്ട്. കാരണം ഈ കാണുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം ഇത് കാളിപാറ എന്ന് പറയും. നമ്മുടെ ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ഒത്തിരി ദൂരം പോകണം. ഇത് നമ്മുടെ ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയാണ് കേട്ടോ. വാട്ടർ അതോറിറ്റിയാണ്. ഇവിടുന്ന് വെള്ളം ഒരുപാട് വീടുകൾക്ക് വെള്ളം പോകുന്നത് അവിടെ നിന്നാണ്. കാരണം വെള്ളം ഡാമിൽ നിന്ന് ശുദ്ധീകരിച്ച് വെള്ളം അവിടെ ടാങ്കിലാക്കി അവിടെ നിന്നാണ് വിടുന്നത്. കണ്ടോ, നമ്മളെ കൂടെയുള്ള ഒരാൾ നടന്ന് തളർന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്. കാരണം ഒത്തിരി ദൂരമുണ്ട്. കണ്ടോ, ഇത് കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡാണ്. നെയ്യാർ ഡാമിൻ്റെ ഒരു സൈഡാണ് നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, മരങ്ങൾ മറ്റു ചെടികൾ എന്നിവ വെട്ടി നശിപ്പിക്കരുത്. അത് നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു മെസ്സേജ് അവിടെ അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മളെ വീഡിയോ ഉണ്ടോ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? കണ്ടോ, നെയ്യാർ ഡാം കാണിച്ചു തരാം. കണ്ടോ, അത് സൂം ചെയ്ത് എടുത്തതാണ് കേട്ടോ, ഡാമിൻ്റെ ആ ഒരു ഷട്ടർ. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത്ര തൊട്ടടുത്ത് നമുക്ക് നെയ്യാർ ഡാം കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോ, വെള്ളം നിൽക്കുന്നുണ്ടോ, ഡാമിലെ വെള്ളം നിൽക്കുന്നത്. ദൂരമുണ്ട്, എന്നാലും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 2-3 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കയറി പോകുന്നിടത്ത് കണ്ടോ, ഫുള്ള് പാറയാണ് കേട്ടോ. ഈ പാറേൻ്റെ മണ്ടയിലാണ്. കണ്ടോ, നമ്മളെ കൂടെയുള്ള ആൾ കൈ കാണിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്രാർത്ഥിക്കാനായിട്ടുള്ള ചെറിയൊരു ഇത് വച്ചിട്ടുണ്ട്. ഗണപതിയുടെ ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മളെ കൂടെയുള്ളൊരു പുള്ളി പ്രാർത്ഥിക്കണ്ട. ഇവിടെ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉത്സവത്തിനോടനുബന്ധിച്ച് പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കണ്ടോ, അടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അടുത്ത് വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് നല്ല മെസ്സേജാണ്. ഇവിടെ എന്താ പറയുക, ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഒന്നും നശിപ്പിക്കാതിരിക്കുവാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മെസ്സേജ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു മെസ്സേജായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതൊരു നല്ലൊരു വ്യൂ ആണ്. കണ്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണ്ടോ എങ്ങനെയുണ്ട്. ഇതൊരു പാറേൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. കുറച്ചുകൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ നമ്മളെ കാണത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നല്ല താഴ്ചയാണ്. കണ്ടോ, സൂര്യൻ അസ്തമയം, അതായത് വൈകുന്നേരമായി. നമ്മളിവിടെ കയറുന്ന സമയം വൈകുന്നേരത്താണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു വലിയ ഗുഹയുണ്ട്. ഒരാളിന് നടന്നു പോകാനൊക്കെ പറ്റുന്ന ഗുഹയുണ്ട്. അഗസ്ത്യാർ മുനി ഇവിടെയാണ് വന്നിരുന്നത്. അഗസ്ത്യാർ മുനി ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെ നിന്നാണ് തിരിച്ച് അഗസ്ത്യാർകൂടത്തിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ഒരു കുറേ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിന് ട്രിവാൻഡ്രത്ത് നെയ്യാർ ഡാമിൽ കാളിപാറ എന്ന് പറയുന്ന ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ കമൻറ്റിലൂടെയെങ്കിലും ആളുകൾക്കൊക്കെ മനസ്സിലാകട്ടെ. കണ്ടോ, പുള്ളി നടന്ന് ലാസ്റ്റ് വടി വരെ ഊന്നി തളർന്ന്, അത്രയും കയറ്റം കയറി വന്നപ്പോൾ തളർന്ന്. ഇപ്പോൾ വടി ഊന്നിയാണ് നടപ്പ്. ഇതാണ് അഗസ്ത്യാർ മുനി എന്ന് പറയുന്ന ആ ഒരു ഇത്. അതിൻ്റെ ആ ഒരു രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, അഗസ്ത്യാർ മുനിയുടെ. ഇപ്പോൾ നമ്മളെ കൂടെയുള്ള പുള്ളി പ്രാർത്ഥിക്കുവാണ്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ചുറ്റും കണ്ടോ. ഇവിടെ കുറച്ചുകൂടി കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയായിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വീഡിയോ കാണിക്കാം. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല വ്യൂ ആയിരിക്കും. ഇത് ഒരുപാട് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഹൈറ്റ് നമ്മൾ കയറി പോകണം. ഒത്തിരി ഹൈറ്റ് ഉണ്ട് ഇത് മണ്ടയിലോട്ട് നമ്മൾ എത്താനായിട്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു കുളമുണ്ട്. വെള്ളം ഒരിക്കലും വറ്റത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ പാറേൻ്റെ മണ്ടയിൽ വെള്ളം ഒരിക്കലും വറ്റാതെ നിൽക്കുന്നൊരു കുളമുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ പാറ ഈ ഇത്രയും വലിയ വേനൽ സമയത്ത് വെള്ളം വറ്റാണ്ട് നിൽക്കുന്നത്, അത് ഒരത്ഭുതം തന്നെയാണ്. അത്രയ്ക്ക് വലിയൊരു ശക്തിയുള്ളൊരു സ്ഥലമാണിത്. എന്താ പറയുക, കണ്ടോ, സൈഡുകളിലെല്ലാം കമ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മേളിലോട്ട് കയറി പോകുന്നിടത്ത് ആൾക്കാർക്ക് ഒന്ന് പിടിച്ച് കയറി പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ചെറിയൊരു അതിഥി നമ്മൾ കണ്ടു കേട്ടോ. അതിഥി എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ചെറിയൊരു കുരങ്ങ്. അതിവിടെ എവിടെ കൂടിയോ ചാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കാണിച്ചു തരാം, വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് പാറയുടെ സൈഡാണ് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് ഹൈറ്റ് കണ്ടോ. ഇവിടെ വേറെയും നമ്മളിപ്പോൾ വന്ന സമയത്ത് വേറെയും കുറച്ച് ആളുകൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ഇവിടെ കാണുവാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അവരും കുറച്ച് ദൂരത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുക, നോക്കിക്കോ, നമ്മൾ ആ ഗുഹയിലോട്ട് പോവുകയാണ് കേട്ടോ. ഗുഹയിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇനി ഗുഹ നിങ്ങൾക്ക് കാണിച്ചു തരാം. അഗസ്ത്യാർ മുനി ഇവിടെ നിന്നാണ്, ഇതുവഴിയാണ് അഗസ്ത്യാർ മുനി പണ്ട് ഈ വഴിയിലൂടെയാണ് സഞ്ചരിച്ച് രക്ഷപ്പെട്ടു പോയത്.
പണ്ട് ഇവിടെ കൂടി സഞ്ചരിച്ചാണ് ഈ ഗുഹയ്ക്കുള്ളിലൂടെയാണ് ഇറങ്ങിപ്പോയെന്നാണ് ഒരു വിശ്വാസമുള്ളത്. ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. കണ്ടോ, നമ്മൾ പോകുന്നുണ്ട്, നമ്മളിതാ ഇങ്ങനെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ്. കാരണം വൈകുന്നേരം ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടും നല്ല വെളിച്ചമുണ്ട്, നല്ല വെളിച്ചമുണ്ട്. 6:30യോളം ടൈമായി. കണ്ടോ കണ്ടോ, നമ്മുടെ കൂടെയുള്ള പുള്ളി ഇങ്ങനെ കമ്പൊക്കെ വടിയൊക്കെ ഊന്നി ഇങ്ങനെ നോക്കുവാണ്, വടിയൊക്കെ ഊന്നി പോവാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിറച്ച് കരിയിലയാണ്, നിറച്ച് ഇലകൾ ഇങ്ങനെ ഉണങ്ങിയ ഇല കിടക്കുന്നതുകൊണ്ട് ചിലപ്പം ഇഴജന്തുക്കൾ എന്തെങ്കിലും വല്ല പാമ്പോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പ് വെച്ച് മെല്ലെ തട്ടി നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. അടുത്ത് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്, ഇവിടെ ഇപ്പോൾ കാണാം നമുക്ക്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അഗസ്ത്യർ മുനിയുടെ ചെരുപ്പ് ഇവിടെ വച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂടെയുള്ള പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ, ചെരുപ്പ് ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾ ക്ലോസ് ആയിട്ട് അടുത്ത് പോയി വീഡിയോ എടുത്തു. പക്ഷെ ഞാൻ അത്ര ചേർത്ത് എടുത്തില്ല, കുറച്ച് ദൂരെ നിന്ന് ഞാനത് എടുത്തത്. കണ്ടോ, ചെരുപ്പാണ്, ചെരുപ്പും വടിയും അവിടെ ഇരിപ്പുണ്ട്. അത് ഇവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇനിയാണ് നമ്മൾ ആ വഴിയിലോട്ട് പോകുന്നത്. അതായത് കണ്ടോ, ഗുഹ, ഇതാണ് ഗുഹ. വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇതിനകത്തുനിന്ന് വേറെ വേറെ വഴികൾ ഇങ്ങനെ തിരിഞ്ഞു മാറിപ്പോകും കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. കണ്ടോ, ഈ പാറക്കെട്ടിനകത്തുകൂടി നമുക്ക് നടന്നു പോകാൻ പറ്റും. നമ്മളെ കൂടെയുള്ള ആ പുള്ളി പോകുന്നുണ്ടോ, ആ പുള്ളി ഇങ്ങനെ ചാടി കയറി പോകുന്നുണ്ട്. ഒന്നുമല്ല, പ്രായമൊക്കെ വെറും നമ്പർ മാത്രം അല്ലേ, ഏജ് നമ്പർ മാത്രം എന്ന് തെളിയിച്ചുകൊണ്ടാണ് പുള്ളി അതാ പാറേൻ്റെ മണ്ടയിൽ കൂടെ ചാടിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഞാൻ മെല്ലെ പതുക്കെ നോക്കിയാൽ പോയാട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ തെന്നിയൊക്കെ വീണ് കഴിഞ്ഞാൽ കയ്യും കാലിലൊക്കെ നല്ല സ്ക്രാച്ച് കിട്ടും. അതുകൊണ്ട് നമ്മൾ പതുക്കെ നോക്കിയാൽ പോയത്. കണ്ടോ, ചെറിയ വഴിയാണ്, ഒരാളിന് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ഒരാളിന് അങ്ങോട്ട് പോകില്ല. കണ്ടോ, വലിയ പാറ. ഈ പാറേൻ്റെ സൈസിങ്ങൾ കണ്ടോ, വലിയ പാറയല്ലേ, ചെറിയ പാറയൊന്നുമല്ല, വലിയ പാറയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് നോക്കിക്കണ്ടോ, ഇത്രയും ദൂരത്ത് ആ പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ളിലൂടെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളും പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം വേറൊരു വഴിയൊക്കെ, ഇതിനുള്ളിലൂടെ വേറൊരു വഴിയൊക്കെ തിരിയും, 1-2 വഴികൾ വേറെ തിരിയും. അത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഇതിനകത്തൂടി. കണ്ടോ, നമ്മളെ കൂടെയുള്ള ആൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല ഹൈറ്റുള്ള പാറയാണ് കേട്ടോ, നല്ല ഹൈറ്റാണ് പാറ. കണ്ടോ, ഒരാളിങ്ങനെ മെല്ലെ ചരിഞ്ഞൊക്കെ ഇങ്ങനെ പോയാൽ മാത്രമേ അതിനുള്ളിലൂടെ ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇതിവിടെ വന്ന് ഇങ്ങനെ അവസാനിക്കും. കണ്ടോ, ഇതുവഴിയാണ് അഗസ്ത്യർകൂടത്തിലോട്ട് പോയ വഴി. ഇതിലേ ഇറങ്ങിയിട്ടാണ് നമ്മുടെ അഗസ്ത്യർകൂടത്തിലോട്ട് പോയിരിക്കുന്നത്. കണ്ടോ, ഇത് ഫുള്ള് കാടാണ്. അതിനകത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അത് ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര മുള്ളുകളും ഭയങ്കര കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പാറേൻ്റെ മണ്ടയിൽ വന്നിട്ടുണ്ട്, ക്ഷേത്രത്തിലോട്ട് വന്നു. കണ്ടോ, ഒരു ഫാമിലി പോകുന്നുണ്ടോ, ഒരു ഫാമിലി തിരിച്ചിറങ്ങി പോവുകയാണ്. ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവർ ആസ്വദിച്ചതിന് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഏറ്റവും മുകളിലോട്ട് നടന്നെത്തിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമുക്ക് സമയം ഒരു 7 മണി അടുപ്പിച്ചായി. കണ്ടോ, ലൈറ്റൊക്കെ, നെയ്യാർ ഡാമിൻ്റെ ലൈറ്റ് വെട്ടങ്ങൾ കണ്ടോ, എങ്ങനെയുണ്ട്, പൊളിയല്ലേ, അടിപൊളിയല്ലേ, സെറ്റല്ലേ. കണ്ടോ, ഇത്രയും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ 4 സൈഡ് കറങ്ങി വരുന്ന ഇവിടെയാണ് ക്ഷേത്രം. ഇനി അവിടുത്തെ ക്ഷേത്രം കാണിച്ചുതരാം. ക്ഷേത്രവും ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുളത്തിൻ്റെ കാര്യം, വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആ കുളവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ അതുപോലെ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വന്ന് ഇവിടെ കാണാൻ കേട്ടോ, നല്ല അടിപൊളി വൈബാണ്. നെയ്യാർ ഡാമിനടുത്താണ്, കാളിപാറ എന്ന് പറയും, കാളിപാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വീഡിയോസൊക്കെ എടുക്കുക. അടിപൊളി സ്ഥലമാണ്. കണ്ടോ, ഇതിൻ്റെ മണ്ടയിലുള്ള ക്ഷേത്രമാണ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കുളം, പാറേൻ്റെ മണ്ടയിലുള്ള കുളമാണ്. ഇത്രയും ഹൈറ്റിലിരിക്കുന്ന, ഇത്രയും വെയിലടിച്ചിട്ടും ഇത്രയും വേനലായിട്ട് പോലും വെള്ളം വറ്റാണ്ട് കിടക്കുന്നൊരു കുളം, അത് തന്നെ എന്തോ ഒരു അത്ഭുതമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ വീഡിയോ കാണുന്നവർ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് ഇനിയും വീഡിയോസ് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, അടിപൊളിയല്ലേ, സ്ഥലം പൊളിയല്ലേ, രസമല്ലേ, സെറ്റല്ലേ, വൈബല്ലേ, പിന്നെ അല്ല.